എൻ്റെ വീട്ടിലെ വേസ്റ്റ് എൻ്റെ വീട്ടിലെ പച്ചക്കറികൾക്ക് അതായിരിക്കണം 2024 നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ വെച്ചിട്ട് ബയോബിന്നകത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കമ്പോസ്റ്റ് ആയോ അതോ അതേപോലെ ഇരിക്കുകയാണോ അതോ പുഴുക്കൾ ഒരുപാടുണ്ടോ? അപ്പോൾ എന്തായാലും അതിൻ്റെ റിവ്യൂ ഒന്ന് നമ്മൾ കാണിക്കണമല്ലോ. എൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കും അത് വിശ്വാസമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ബയോബിൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം, എന്തോ ആയിട്ടുണ്ടെന്ന് നോക്കാം. എൻ്റെ സത്യം പറഞ്ഞാൽ ഒരു ബയോബിൻ മാത്രമേ ഇതുവരെ നിറഞ്ഞിട്ടുള്ളൂ, ഒന്നിനകത്ത് ഒരു 4 ഭാഗമായിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം മുതലൊന്ന് കണ്ടു നോക്കാം. വന്നോ. അപ്പം ആദ്യത്തെ ബയോബിൻ ഉണ്ടല്ലോ, അത് പിന്നെ 3/4 ഇടം നിറഞ്ഞു. അന്നേരം നമ്മൾ എന്ത് വേണം, അതിനെ എടുത്ത് ഏറ്റവും അടിഭാഗത്ത് വെച്ചിട്ട് രണ്ടാമതിരിക്കുന്നതിന് മുകളിലോട്ട് കൊണ്ടുവരണം. അപ്പം രണ്ടാമത് ഇട്ടതാണ് ഈ ഇരിക്കുന്നത്, കണ്ടോ? അത് ഇത്രേ ആയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുകയാണ്, അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം കുറച്ച് വേസ്റ്റും കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ കിച്ചണിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വേസ്റ്റ് ഉണ്ട്, ഇതേപോലെ നമ്മൾ ഇതിനകത്ത് ഇടാനുള്ള വേസ്റ്റുകൾ ഉണ്ട്, ഇതേപോലെ അടച്ചു വെച്ചിരിക്കുക. എന്നിട്ട് നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്. എല്ലാ സംഭവം വെച്ചാൽ ചോറ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ ചോറൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്നുവെച്ചാൽ ഇവിടെ വേസ്റ്റ് കഴിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. ആടുണ്ട്, പട്ടിയുണ്ട്, കോഴിയുണ്ട്, പിന്നെ മുയലുണ്ട്. അവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്കത് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി തരും. പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത്. ഓറഞ്ച് തൊലി ഇട്ടിട്ടുണ്ട്, നാരങ്ങാത്തോടുണ്ട്, എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കമ്പിളിയാസിൻ്റെ തൊണ്ടുണ്ട്, പിന്നെ ചക്കയുടെ മടൽ ആടിന് കൊടുത്തതിന് ശേഷം അതിൻ്റെ കരിമുള്ളുണ്ട്, ചീനിയുടെ തൊലി ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കപ്പയ്ക്കയുടെ തൊലിയുണ്ട്. അങ്ങനെ പച്ചക്കറി എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ അധികം വാങ്ങാത്തതുകൊണ്ട് പച്ചക്കറി എൻ്റെ വീട്ടിലുള്ളതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഇനോക്കുലമായിരുന്നു നമ്മൾ ഇട്ട് കൊടുത്തത്. ഇതാണ് ഇനോക്കുലം എന്ന് പറയുന്നത്. എന്താണ് ഈ കുലം എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയതായിട്ട് അറിയത്തില്ല. അപ്പോൾ ചകിരിച്ചോറ് സമ്പുഷ്ടീകരിച്ച ഒരു സംഭവമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കാം. നോർമൽ കിട്ടുന്നതായ ചകിരിച്ചോറ് ഉപയോഗിക്കാം. ചകിരിച്ചോറും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പോസ്റ്റ് ആയ സംഭവങ്ങളുണ്ടല്ലോ, അത് അതിനകത്ത് കുറച്ചിട്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഏറ്റവും അടിഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. അതുകൊണ്ട് ഒരെണ്ണം ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കാം, നമ്മൾ ആദ്യം ഇട്ടത് എന്തായെന്ന് നോക്കാം. കണ്ടോ, ആദ്യം ഇട്ട വേസ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് മാറിയിരിക്കുന്നത്. 20 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ വേസ്റ്റ് കണ്ടോ നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെയൊക്കെ ഉള്ളൂ ഒന്ന് പൊടിയാനായിട്ട്. ഇതിനകത്ത് യാതൊരു വിധമായ സ്മെല്ലോ ഒന്നുമില്ല. ഇവിടെ അടുത്ത് നിന്നാൽ വേസ്റ്റിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പോലും അറിയത്തില്ല. പിന്നെ അത്യാവശ്യം പുഴുക്കളും ഇതിനകത്ത് ഉണ്ടായിരുന്നു. പുഴുക്കളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേസ്റ്റ് കമ്പോസ്റ്റായിട്ട് മാറത്തുള്ളൂ. ഈ പുഴുവിനെ കണ്ടിട്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പുഴുവിനെ നമുക്ക് കോഴിക്ക് നല്ലൊരു തീറ്റയാണ് കേട്ടോ. കോഴിക്ക്, മീൻ വളർത്തുന്നവർക്ക് ഒക്കെ അത് ഉപയോഗിച്ച് കൊടുക്കുക. കാരണം മുട്ടത്തോട് ഇച്ചിരൂടെയൊക്കെ നല്ലതുപോലെ പൊടിച്ചു കൊടുക്കാമെങ്കിൽ നല്ലതുപോലെ ഇതിനകത്തങ്ങ് ചേർന്നോളും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. എന്തായാലും കുറച്ച് ദിവസം കൂടെ അധികം ഇരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇത്ര പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഇനി ആരും വലിച്ചെറിഞ്ഞ് കളയരുത്. ഇതേപോലെ എല്ലാവരും വളമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഇതേപോലെ എടുത്ത് വെക്കുന്നു. അപ്പോൾ ഇതിനി ഒരു 3/4 ഇടം നിറയുമ്പോഴത്തേക്ക് എടുത്തതിന് താഴോട്ട് ഏറ്റവും അടിഭാഗത്തോട്ട് വയ്ക്കും. എന്നിട്ട് പിന്നെ വീണ്ടും ഇതിനകത്തോട്ട് ഈ കാലിയായിട്ടിരിക്കുന്നതിനകത്ത് വീണ്ടും നിറച്ച് കൊടുക്കണം. ഇതാണ് ഇതിനകത്തുള്ള പ്രതിഭാസം എന്ന് പറയുന്നത്. എനിക്ക് ഇതിനകത്ത് നിന്ന് സ്ലറി അങ്ങനെയുള്ളതൊന്നും കിട്ടിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെട്ട് കഷ്ണം ഉള്ള പച്ചക്കറിയൊന്നും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾ തന്നെ ഉള്ളല്ലോ. അപ്പോൾ അതിനകത്ത് വലിയ ഈർപ്പമൊന്നുമില്ല. പിന്നെ അഥവാ ഈർപ്പം ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ളവർ വെയിലത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് ആ വെള്ളമയം ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് ഇടാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ വെള്ളവും പുഴുക്കളും ഒക്കെ ആയിട്ട് ആകെ ഒരു വല്ലാത്ത കണ്ടീഷനിലായിരിക്കും. എന്നാലും പുഴു എന്തായാലും ഉണ്ടായിരിക്കും. ഒരുപാടൊന്നും ഇല്ല, ഡ്രൈ ആയിട്ട് കൊടുത്താൽ ഒരുപാടില്ലേലും അത്യാവശ്യം പുഴുവൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ കുറേ പേര് കഴിഞ്ഞ കമൻറ്റിനകത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ചോറിടാമോ എന്നുള്ളത്. അത് ആദ്യം പണ്ടേ ഞാനൊരു കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചോറൊന്നും വെറുതെ വേസ്റ്റാക്കി കളയരുതെന്ന്. ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ചോറ് വയ്ക്കുക. ആവശ്യത്തിന് നമ്മൾ ഡൈനിങ് ടേബിളിൽ വിളമ്പി വയ്ക്കുക.
ആവശ്യം പോലെ വേണ്ടുന്ന രീതിയിൽ മാത്രം വീട്ടുകാരെ എടുത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ചോറ് ഒട്ടും വേസ്റ്റായിട്ട് മാറത്തില്ല. ഈ ഒരു അരിയൊക്കെ നമ്മുടെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ കുറേ പേര് അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഈ അരി എത്തുകയുള്ളൂ. ആ അരി വേവിച്ച് മേശപ്പുറത്ത് വരണമെന്നുണ്ടെങ്കിലും വളരെയധികം അധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കാതെ ഇരിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കമ്പോസ്റ്റാക്കി നമ്മുടെ ചെടികൾക്കോ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞെന്ന് കരുതിയിട്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും കഴിക്കുമ്പോൾ ഒരു അല്പം സ്വല്പമൊക്കെ മിച്ചം വരുവാന്നുണ്ടെങ്കിൽ പട്ടികളോ പൂച്ചകളോ ആടുകളോ ഒന്നും കഴിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊണ്ടൊന്നും ഇടാൻ ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ദുർഗന്ധം ഉണ്ടാവാറുണ്ട്. അത് നിങ്ങളുടെ മനക്കട്ടി പോലെ ചെയ്യുക. ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഈ വേസ്റ്റ് പിന്നെ ദൂരോട്ടൊക്കെ വെച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ മീൻ തലയൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ പെട്ടെന്ന് പുഴുക്കളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രവർത്തനം നടന്ന് പൊടിയായിട്ട് കിട്ടുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലിരിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുവെക്കുമ്പം സ്വല്പം മണ്ണെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതായ എന്തെങ്കിലും ഓയിലോ ഇതിനകത്ത് ഒഴിച്ച് ഒരു തുള്ളി 1-2 തുള്ളി ഒഴിച്ചിട്ടിരുന്നാൽ മതി. ഇപ്പം കൊതുകിൻ്റെ ശല്യമോ അല്ലെങ്കിൽ കുത്താടയുടെ ശല്യമോ ഒന്നും നമുക്ക് ഉണ്ടാവുകയില്ല. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലർക്കൊക്കെ ഒരുപാട് സ്ഥലമോ അല്ലെങ്കിൽ ഒരുപാട് കൃഷിയോ ഉണ്ടെന്ന് വരത്തില്ല. അത്യാവശ്യം കൃഷിയൊക്കെ കാണത്തുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബയോബിന്നകത്ത് വരുന്നതായ ഈ വളം നമ്മൾ എല്ലാം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇത് ഈ പൊടിയുണ്ടല്ലോ നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം, ചെറുതായിട്ടൊന്നല്ല ഒന്ന് ഉണങ്ങി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. നമ്മളൊരു അടപ്പുള്ള ബക്കറ്റിനകത്തൊക്കെ ആക്കി അടച്ച് സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം കൃഷി ചെയ്യുമ്പോഴും നമുക്കത് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇനോക്കുലം എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഈ വാക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് അറിഞ്ഞൂടാത്തല്ല. ആദ്യമായിട്ട് കൃഷിയിലോട്ട് വരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നും. എന്താണ് സംഭവം, ഇത് എവിടെ കിട്ടും, വാങ്ങിക്കാൻ കിട്ടുന്നതാണോ എന്നൊക്കെ തോന്നാറുണ്ട്. ഇത് നമ്മുടെ അടുത്തുള്ള മിക്കവാറും നഴ്സറികളിലും അതേപോലെ തന്നെ എക്കോ ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇത് വാങ്ങിച്ച് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാനായിട്ട് പറ്റിയൊരു സാധനമാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചകിരിച്ചോറ് ഉപയോഗിച്ചാലും നമുക്ക് കമ്പോസ്റ്റ് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒന്ന് നനച്ചതിന് ശേഷം ഈ വേസ്റ്റിൻ്റെ മേളിൽ ഇട്ടിരുന്നാലും നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായല്ലോ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ ഇനോക്കുലം വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ നമുക്ക് അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ തരം തിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കൊണ്ട് നമ്മുടെ ഈ വേസ്റ്റ് ബിന്നിനകത്ത് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പം വേസ്റ്റുകൾ നമുക്ക് കമ്പോസ്റ്റ് ആവേണ്ടത് ഒന്നിനകത്തും പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ മാറ്റിയൊക്കെ ഇടാന്നുണ്ടെങ്കിൽ അത് പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് നമുക്ക് അന്നേരം ഈസി ആയിട്ട് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ വേസ്റ്റുകൾ ഈ കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ കൃഷികൾക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ചെയ്യുക. അപ്പം ബയോബിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. വീട്ടിലെ പെയിൻറ്റ് ബക്കറ്റോ പഴയ പൊട്ടിയ കലങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതായ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കൃഷിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളെ ഗ്രൂപ്പുകളൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ ഒക്കെ എത്തിയിട്ടുണ്ട്, അതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.